ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേരളത്തിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ദൃശ്യമാകുന്ന ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് കാഴ്ചവെക്കുന്നത്. അത് ഇന്നലത്തെ ആദ്യഘട്ട പര്യടനത്തിലൂടെ തന്നെ എനിക്ക് വ്യക്തിപരമായിട്ടും ബോധ്യപ്പെട്ടു എന്നുള്ള കാര്യം ആമുഖമായിട്ട് പറയട്ടെ. 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന സർക്കാരിനോട് ഇനി നിങ്ങൾ വേണ്ട എന്ന് പറയാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള ജനത ഒട്ടാകെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ആരോട് ചോദിച്ചാലും, പാർട്ടി പ്രവർത്തകരോടും മുന്നണിക്കാരോടും അല്ല ഞാൻ പറഞ്ഞു, ജനങ്ങൾ ആരോട് ചോദിച്ചാലും മൂന്നാമതൊരു തവണ എന്ന് ചോദിക്കുമ്പോൾ അത് ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പേ വേണ്ട എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് കേരള ജനത എത്തിയിരിക്കുന്നത്. അത് ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിന്റ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ല. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ വളരെ ക്ലിയറാണ്. നിങ്ങൾ തന്നെ മാധ്യമങ്ങളിലൂടെ പല പ്രാവശ്യം പുറത്തു കൊണ്ടുവന്ന സർക്കാരിൻ്റെ യഥാർത്ഥ മുഖമെന്തെന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, അവരുടെ ഗവേണൻസിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ ആശുപത്രിയിലെ ഇപ്പോൾ ഇന്ന് കണ്ട് 4 പേര് മരിച്ച കാര്യം സർക്കാർ മൂടിവെച്ചു എന്ന് ആ കുടുംബം പറയുമ്പോൾ, സർക്കാർ മെഡിക്കൽ കോളേജുകൾ ആളെ രക്ഷിക്കുന്ന മെഡിക്കൽ കോളേജുകൾക്ക് പകരം ആളെ കൊല്ലുന്ന മെഡിക്കൽ കോളേജായി മാറിയ അനുഭവങ്ങളുടെ പരമ്പരകളാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കണ്ടത്. പബ്ലിക് സർവീസ് കമ്മീഷൻ ലിസ്റ്റിൽ 1ാം റാങ്ക് ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല എന്ന് തെളിയിച്ച നാടായിട്ട് നമ്മുടെ നാട് മാറി. മറുഭാഗത്ത് സ്വന്തക്കാരെ, ബന്ധുക്കളെ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനങ്ങളുടെ റെക്കോർഡിട്ട നാടായിട്ടും നമ്മുടെ നാട് മാറി. വൈരുദ്ധ്യം നോക്കേണ്ടത് അവിടെയാണ്. തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ റാങ്ക് വാങ്ങിച്ചാൽ ജോലി ഉണ്ടാവില്ല. പക്ഷെ സ്വന്തക്കാർക്കും എടുത്തു നോക്കിയാൽ അറിയാം. മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 5-10 വർഷക്കാലം നടത്തിയ പിൻവാതിൽ നിയമനങ്ങളുടെ പട്ടിക ഞങ്ങളത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന പിൻവാതിൽ നിയമനങ്ങളാണ്. മിക്കവാറും പേർ സ്വന്തക്കാർ, ബന്ധുക്കൾ മാത്രമാണ് അതിനകത്തുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങൾ, കർഷകരെ ബാധിക്കുന്ന വിഷയങ്ങൾ, നിയമസമാധാനം തകർത്തെറിഞ്ഞ സംഭവ വികാസങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ സത്യത്തിൽ സർക്കാരിൻ്റെ മുഖം വികൃതമായപ്പോൾ വികൃതമായ മുഖം തേച്ചുമെനിക്കാൻ വേണ്ടിയിട്ടുള്ള ഭീകരമായ PR എക്സസൈസ് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് നടത്തിയാലും ഇതൊന്നും ഈ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ തക്കവണ്ണമുള്ളതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ജനവികാരമാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് നന്നായിട്ട് അറിയാവുന്നവർ CPM-നും ഇടതുപക്ഷത്തിനുമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് CPM അവസാന അടവും കൂടെ പയറ്റുകയാണ്. CPM BJP ചങ്ങാത്തം പുതിയ കഥയല്ല കേരളത്തിൽ. അത് PMCയിൽ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളുള്ള നിലപാടിൽ നമ്മൾ കണ്ടതാണ്. ഒരു പാലവിട്ട ഒരു ഭാഗത്ത് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നുള്ളതുകൊണ്ട് ലാവ്ലിൻ കേസ് നീട്ടിവെക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പുരോഗതികൾ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. പക്ഷെ ഇപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, CPM-ന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ അതിലൊളിഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ അണികൾക്ക് പോലും വ്യക്തമാണ്. കേരളത്തിൽ UDFനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള CPM BJP ഡീൽ വ്യക്തമായിട്ടും ചില സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനും സഹായിക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ഡീലാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവരുടെ 2 പാർട്ടികളുടെയും അണികൾ അവരിത് തള്ളിക്കളിയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പാർട്ടി നേതൃത്വത്തിൻ്റെ രക്ഷകർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഇത്തരം ഡീലുകൾ അവരുടെ അണികൾക്ക് പോലും ഡൈജസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് മുൻപും അവർ പരീക്ഷിച്ചതാണ്, നമുക്കറിയാം. അത് പക്ഷേ എക്സ്പോസ് ചെയ്യപ്പെട്ടു.
സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ. ആ CPM BJP ഡീലും ഈ തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞ് പാളീസാകും എന്നുള്ളതിന് സംശയമില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വേളകളിലും ഉയർത്തിപ്പിടിച്ച കാര്യം സർക്കാരിൻ്റെ ജനവിരുദ്ധത ആവർത്തിച്ച് പറയുമ്പോഴും ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ജനങ്ങൾക്ക് താല്പര്യം കൂടുതൽ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഈ സർക്കാർ മാറണമെന്ന് പറയുമ്പോൾ വരുന്ന സർക്കാർ എന്താണ് ഓഫർ ചെയ്യുന്നത്, എന്തും മാറ്റമാണ്. ജനം മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറുന്ന കേരളത്തെ എങ്ങനെയാണ് UDF ഷേപ്പ് ചെയ്യാൻ പോകുന്നത്? ഈ ചോദ്യത്തിന് ഞങ്ങൾ വളരെ കൂലങ്കുഷമായ ചർച്ച നടത്തിയിട്ട് ഞങ്ങളുടെ ഡീറ്റെയിൽ മാനിഫെസ്റ്റോ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പ് മാനിഫെസ്റ്റോ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എല്ലാ മേഖലകളിലും എല്ലാ സെക്ടറുകളിലും കേരളം ആവശ്യപ്പെടുന്ന, കേരളം അർഹിക്കുന്ന കൃത്യമായിട്ടുള്ള പദ്ധതികളും പരിപാടികളുമായി UDF മുന്നോട്ട് വരും. ഞങ്ങളിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന 5 ഗ്യാരണ്ടികൾ, ആ ഗ്യാരണ്ടികളെ കുറിച്ച് CPM നന്നായിട്ട് കളിയാക്കി പറയുന്നുണ്ട് പലയിടത്തും. ഒന്നാമത്തത് KSRTCയിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം കൊടുത്തു എന്നുള്ളത്. കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ 10 കൊല്ലം ഭരിച്ച പിണറായി വിജയൻ നന്നായിട്ട് അറിയുമെന്ന് എനിക്കറിയാം. ഞാൻ വരുന്നത് ആലപ്പുഴയിലെ പാർലമെൻറ്റ് അംഗമെന്ന നിലയിലാണ്. അവിടെ പട്ടണക്കാടും വയലാറിലുമുള്ള കയർ തൊഴിലാളികളായിട്ടുള്ള സഹോദരിമാർ അവരുടെ അടുത്തോട്ടൊന്ന് പോയാൽ അവരുടെ സങ്കടം കേട്ടാൽ മനസ്സിലാവും. ഒരു ദിവസത്തെ ചെലവിന് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. എത്ര കൂലിയാണ് അവർക്ക് കിട്ടുന്നത്? ആ കൂലി പോലും എത്ര ദിവസമാണ് ഉറപ്പാകുന്നത്? അത് കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾ എടുത്തു പോയാൽ, സഹോദരിമാരാണ് ഇത് രണ്ടും. കയർ തൊഴിലാളികളും ഭൂരിപക്ഷം സ്ത്രീകൾ തന്നെയാണ്, കശുവണ്ടി തൊഴിലാളികളും ഭൂരിപക്ഷം സ്ത്രീകൾ തന്നെയാണ്. പീലിംഗ് തൊഴിലാളികൾ, മത്സ്യ മേഖലയിലുള്ള പീലിംഗ് തൊഴിലാളികളെ ഒന്ന് കണ്ടാൽ അവർ ജോലി ചെയ്യുന്ന പശ്ചാത്തലം നിങ്ങളൊന്ന് കാണണം പോയിട്ട്. എങ്ങനെയാണ് പീലിംഗ് തൊഴിലാളി ജോലി ചെയ്യുന്നത്? കേരളം, നമ്മൾ ഏറ്റവും മുന്നിൽ പോയ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോലും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ പാടുപെടുന്ന സ്ത്രീ സഹോദരിമാരുടെ ചിത്രം, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏത് സെക്ടർ എടുത്താലും, അത് കൈത്തറി സെക്ടർ എടുത്താലും, കയറായാലും, കശുവണ്ടി ആയാലും, മത്സ്യമായാലും, ഖാദിയായാലും, എന്തിന് തൊഴിലുറപ്പ് തൊഴിലിന് പോകുന്ന തൊഴിലാളികളായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ജീവിത സാഹചര്യങ്ങൾ. അവർ ഒന്ന് യാത്ര ചെയ്യാനെടുക്കുന്ന ടെൻഷൻ, ബുദ്ധിമുട്ടുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.